ഹലോ മക്കളെ, അപ്പോൾ അതേ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് തുടങ്ങാനായില്ലേ. മാർച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ എക്സാം ഉണ്ട്, നമ്മുടെ ആനുവൽ എക്സാം ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടില്ലേ? ഇനി പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. കാരണം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ വലിയൊരു ഫോൾട്ടാണ്. എക്സാം അടുക്കുന്ന ഒരു മാസം മുന്നേയോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേയോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. അപ്പോൾ ഒരു 100 തവണ വായിച്ചു കഴിഞ്ഞാലായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരും, അതുപോലെ ദേഷ്യം വരും അല്ലേ. ഒന്നും പഠിച്ച് തലയിൽ കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഈ ഒരു കണ്ടീഷനൊക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടാവാറില്ലേ? ഓക്കെ, അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണ്? നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ മുന്നേ നമ്മളെല്ലാ കാര്യങ്ങളും മെല്ലെ മെല്ലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ എക്സാം ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്താൽ മതി അല്ലേ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തൊന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. അവസാന സമയത്ത് പഠിക്കുന്ന സമയത്താണ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എക്സാം ഒക്കെ എഴുതും അല്ലേ. നമ്മുടെ ഫൈനൽ എക്സാം ഈ ഒരു തലേ ദിവസം പഠിച്ചിട്ടായാലും എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതും. പിന്നെ നിങ്ങൾ വലിയ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് ഈ പഠിച്ച സാധനത്തിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. കാരണം ഒരു കുറച്ച് സമയത്ത് മാത്രമാണ് നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പാവം നമ്മുടെ കുഞ്ഞു ബ്രെയിനിന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മുന്നേ തന്നെ നമ്മൾ നല്ല രസത്തിൽ ഇഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും പുതിയ പുതിയ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ 1 മുതൽ അല്ലേ, നമ്മൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മക്കളെ നമുക്കൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് വലിയ മക്കളാവാൻ പോവുകയാണല്ലേ. ഇപ്പോഴുള്ള ക്ലാസ്സിൽ നിന്ന് ഒരു പടി ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠങ്ങൾ മുതൽ അവസാനം വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ബാച്ചിലോട്ട് മക്കൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി 3 ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 3 ലൈവ് ക്ലാസ്സിൽ നമ്മൾ കണ്ട് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ മക്കളോട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ബ്രെയിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യിക്കുന്നു. ഓക്കെ, അതുകൂടാതെ തന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് ചില കുട്ടികൾ സാധാരണ നേരത്തെ എണീറ്റ് പഠിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ രാത്രി ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ സമയം അല്ലെ, പഠിക്കുന്ന സമയത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ മക്കൾക്ക് രാവിലെയാണ് പഠിക്കുന്നതെങ്കിൽ രാവിലെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി രാത്രിയാണ് പഠിക്കേണ്ടതെങ്കിൽ രാത്രി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കുഞ്ഞുമക്കൾക്ക് എപ്പോഴാണ് പഠിക്കാൻ ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമല്ല, നമുക്ക് കണ്ടുപഠിക്കുന്ന 3 ലൈവ് സെഷൻസും കൂടി വരുന്നുണ്ട്. ഇനി ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോനെ സർപ്രൈസിങ് ഗിഫ്റ്റൊക്കെ മക്കളെ കാത്തിരിക്കുന്നുണ്ട്. സോ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പാരൻസിൻ്റെ ഹെൽപ്പിൽ എന്ത് ചെയ്യണം? താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മുതൽ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സാം ഒക്കെ അടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫുള്ള് പ്ലാൻ ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ കൈ പിടിച്ച് നമുക്ക് ഒപ്പം പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. എക്സാമിനറിനൊപ്പം പഠിച്ച് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ.